ഇവിടെ CPM അധികാരം കൈയാളുകയാണ്. ആർക്കെങ്കിലും ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇവിടെ പിണറായി വിജയൻ ജയിച്ചിരിക്കുന്നത് ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അറിയാത്തവരുണ്ടാവാം, പക്ഷെ എതിരായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ആദ്യം 8 പഞ്ചായത്തുകളും CPM ഭരിക്കുമ്പോൾ എനിക്കൊരു ചിഹ്നം, കൈപ്പത്തി ചിഹ്നം കിട്ടാതെ ഞാനൊരു ബാറ്റ് ചിഹ്നവുമായി മത്സരിച്ചപ്പോൾ 8 പഞ്ചായത്തുകളിൽ നിന്നും എനിക്ക് 14,000 വോട്ടിനാണ് ഞാൻ തോറ്റത്. വെറും 14,000 വോട്ടിന് എങ്ങനെയാ തോറ്റത് എല്ലാവർക്കും അറിയില്ലേ? ഇവിടെ എന്താണ് സ്ഥിതിയും? 10 മണിക്ക് ശേഷം ബൂത്തിലിരിക്കുന്ന ഏജന്റുമാരെ ഓടിക്കും, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തും, എന്തെല്ലാം അക്രമം. 3 മണിക്ക് ശേഷം ബൂത്തുകളിലൊക്കെ മരിച്ച ആളുകളുടെ ക്യൂ ആയിരുന്നു. മരിച്ച ആളുകളെല്ലാം വോട്ട് ചെയ്യുന്ന ഒരു ഇലക്ഷനായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ കണ്ടത്. ഞാനിത് കളവ് പറയുന്നല്ല, എനിക്ക് കളവ് പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ കേന്ദ്രസേന ഉണ്ടായിരുന്നു. കേന്ദ്രസേന, ആ കേന്ദ്രസേന തോക്കും പിടിച്ചു നിൽക്കുമ്പോൾ ഈ പാതിരിയാടുള്ള ഒരു ബൂത്തിൽ ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി പോയപ്പോ ആ സ്ഥാനാർത്ഥിയായ എന്റെ കാറ് ആ സ്കൂളിലേക്ക് കടന്നു പോയപ്പോൾ അത് തടസ്സപ്പെടുത്താൻ ഒരു റോഡിൽ ഓട്ടോറിക്ഷ ബ്ലോക്ക് ചെയ്ത് വെച്ചു. ആ ഓട്ടോറിക്ഷ ബ്ലോക്ക് ചെയ്ത് വെച്ച് നൂറുകണക്കിന് CPM-ന്റെ പല ഭാഗത്ത് നിന്നും വന്ന ആളുകൾ അവിടെ കാവലിരുന്ന കേന്ദ്രസേനയെ നോക്കി പച്ച മലയാളത്തിൽ അവന്റെ അമ്മക്കും അച്ഛനും പറയായിരുന്നു. ഹിന്ദി മാത്രം അറിയാവുന്ന ആ കേന്ദ്രസേന അംഗങ്ങൾക്ക് മലയാളത്തിൽ ഒന്നും അറിയില്ല. അവർ ചിരിക്കുകയായിരുന്നു. ഞാൻ എങ്ങനെയോ അവിടെ പോയതാ. അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളിൽ കൂടിയാണ് ഇവരെല്ലാവരും അധികാരത്തിൽ വന്നത്. ഞാൻ പറഞ്ഞ് മറ്റു വിഷയങ്ങളിലൊന്നും മാറാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ പഞ്ചായത്ത് ഭരണത്തെ കുറിച്ച് മാത്രം പറയാം. കഴിഞ്ഞ കുറെ കാലമായില്ലേ ഈ പഞ്ചായത്ത് CPM ഭരിക്കാൻ തുടങ്ങിയിട്ട്? ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റുമോ? CPI-ക്കാരുണ്ട്. CPI-ക്കാര് എന്തെങ്കിലും പറഞ്ഞാൽ CPM-കാരെ കേൾക്കുവോ? കേൾക്കില്ല. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിൽ പോലും CPI-ക്കാരെ ആരും ഗൗരവമായി കണക്കിലെടുക്കാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പഞ്ചായത്ത് ഭരണം ഞാൻ പറയുന്നത് വളരെ വേദനയോടുകൂടിയാണ്. നിങ്ങൾ ആലോചിക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മമ്പറം എന്ന് പറയുന്ന പട്ടണം കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു പട്ടണത്തിൽ, ഈ ഒരു ടൗണിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ ചോദിക്കട്ടെ, ആയിരക്കണക്കിന് കുട്ടികൾ, നമ്മുടെ മക്കൾ, പെൺകുട്ടികൾ ഇവിടെ ബസ് കാത്തു നിൽക്കുന്നുണ്ട്. ഒരു മൂത്രപ്പൊര, പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞൊരു മൂത്രപ്പൊര ഈ മമ്പറത്ത് ഇവിടെ സ്ഥാപിക്കാൻ CPM-ന്റെ ആളുകൾ സാധിച്ചിട്ടില്ല. പറയും, മമ്പറത്ത് ഇന്ദിരയില്ലേ ഒരു വാർഡ് മെമ്പർ? ഇന്ദിരക്ക് സംസാരിക്കാൻ അവകാശമില്ല. അവിടെ ഒന്നുമില്ല. നമുക്ക് സൗന്ദര്യവൽക്കരണമില്ല. നിങ്ങൾ നോക്കൂ, കായലോട് നോക്കൂ, കോട്ടത്തെടുത്ത് നോക്കൂ, മൈനട്ടി എടുക്കൂ, പിണറായിലെടുത്ത് നോക്കൂ. ഇതൊരു പഞ്ചായത്തിലെ വാർഡല്ലേ? ഈ പഞ്ചായത്തിലെ വാർഡുകളിൽ ഒരു ബൾബിടാൻ, ഒരു ട്യൂബ് ലൈറ്റ് വെക്കാൻ ഇവിടെയുള്ള CPM ഇതുവരെ തയ്യാറായിട്ടുണ്ടോ?
അതിനുള്ള ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ടോ? ഈ പട്ടണത്തെ കാര്യമായ നിലയിൽ ഈ പഞ്ചായത്തിന് ഒരുപാട് വരുമാനം നൽകുന്ന, ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒരു പട്ടണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സ്ഥലത്തിന്റെ വികസനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി എന്താണ് ഈ ഭരണം, പഞ്ചായത്ത് ഭരണം, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം, നിയമസഭാ ഭരണം എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. നിങ്ങൾ നോക്കൂ, ഞാൻ ഇവിടെ മമ്പറത്ത് പൂഴി ജോലി ചെയ്തവരാണ്. ഞാൻ 1974 കേസിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന കാലത്ത് ജോലിയില്ലാതെ, ഭക്ഷണമില്ലാതെ, കൂലിയില്ലാതെ കലാകാരനായി ജീവിക്കുമ്പോ ഞാൻ ഈ പുഴയിൽ മുങ്ങി പൂഴിയെടുത്ത് ജീവിച്ച ഒരാളാണ്. അന്നും ഞാൻ ഈ കാണുന്നുണ്ട് ഇവിടെ ഈ തൊഴിലാളികൾ ഇരിക്കുന്ന ഈ മരം കൊണ്ടുണ്ടാക്കിയ ഈ ഒരു വേദി, ഇത് ഞാനൊക്കെ ഉണ്ടാക്കിയതാണ്. അന്ന് പൂഴി തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമായിട്ടുള്ള തൊഴിലാളികൾ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഞാൻ അടക്കമുള്ള ആളുകൾ ഉറങ്ങിയ സ്ഥലമാണിത്. ഇത് 74. കൊല്ലം എത്ര കഴിഞ്ഞു? നിങ്ങൾ ആലോചിക്കൂ. മമ്പറം പുഴ, ഇത്രയും സുന്ദരമായ ഒരു പുഴ ഒഴുകിപ്പോകുന്ന ഒരു സംസ്കാരത്തിന്റെ നാട്ടിൽ എന്തെല്ലാം വികസനങ്ങൾ പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും ഈ നിയമസഭാ മണ്ഡലത്തിലെ മുഖ്യമന്ത്രിക്കും ഇവിടെ ചെയ്യാൻ സാധിക്കും? നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റാവുന്ന ഒരു പ്രദേശമാണോ ഈ മമ്പറം? നിങ്ങൾ പറയൂ. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരനും, ഓരോ സഹോദരിയും, ഓരോ നാട്ടുകാരും പറയൂ. ഈ മമ്പറം പുഴയുടെ തീരത്ത് നൂറുകണക്കിന് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വാഹന തൊഴിലാളികൾ, കൂലിത്തൊഴിലാളികൾ, ഹോട്ടൽ തൊഴിലാളികൾ, ഒരുപാട് കുട്ടികൾ എല്ലാം നിൽക്കുന്ന ഈ പട്ടണത്തിൽ ഒരു മൂത്രപ്പുരയില്ല. ഇവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യവും ഈ പഞ്ചായത്ത് നമുക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പഞ്ചായത്തിൽ വാദിക്കാൻ ഒരു മെമ്പർ വേണം. കഴിഞ്ഞ തവണ പെണ്ണ് ഇന്ദിര, പാവപ്പെട്ട ഇന്ദിരയായി. പക്ഷെ ഈ പഞ്ചായത്തിൽ ഞാൻ എങ്ങനെയായാലും ഇവിടെ മെമ്പറാകും. അത് മെമ്പറാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല, ഈ നാട്ടുകാർക്ക് സംശയമില്ല, CPM-കാർക്ക് സംശയവുമില്ല. ഞാൻ മെമ്പറാകും. ഈ പഞ്ചായത്ത് ഭൂരിപക്ഷം നമ്മൾ പിടിച്ചടക്കും. UDF-ന്റെ നേതൃത്വത്തിലുള്ള ഒരു പഞ്ചായത്ത് ഭരണം ഈ വേങ്ങാട് പഞ്ചായത്തിൽ ഉണ്ടാക്കണം